ഹായ് ഗായ്സ്, റിട്രോ ട്രെയിലർ. സൂര്യക്ക് ഒരു കമ്പാക്ക് കിട്ടുവാണെങ്കിൽ അത് ഈ ഒരു ഒറ്റ പടത്തിലൂടെ ആയിരിക്കും. ഇനി വരാൻ പോകുന്ന പുള്ളിയുടെ പടങ്ങളിൽ ഒന്നും ഒരു ഹോപ്പില്ല. റിട്രോയുടെ ട്രെയിലർ എങ്ങനെയാണെന്ന് നോക്കാം. വെൽക്കം 10 നിമിഷത്തില് മാൻകറി ബിരിയാണി റെഡി. ശ്രുതിക സൂര്യ പ്രോ ലുക്ക് കൊള്ളാം പുള്ളിയുടെ. എന്തുവാടാ ഇത്? ജയറാമിന്റെ റോള് കണ്ടോ? അയ്യോ, ഇങ്ങനെ എന്തുവായി കാണിച്ചു വെച്ചേക്കുന്നേ? ഗെയിം ചേഞ്ചർ കിട്ടിയതിന്റെ അങ്ങേറ്റ തൂക്ക് കിട്ടാൻ പോവാ. സൂര്യ കുഴപ്പമില്ല, ഇടു. ഓ പൊളി. ജോജി ഒരു സെറ്റ് റോള്. നാസറുണ്ട്. പ്രകാശ് രാജ് കിടു. ഓ അയ്യേ 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 അയ്യേ, എന്ത് ഇങ്ങനെ, എന്ത് ടാലന്റ് ഇങ്ങനെ. തമിഴിൽ പോയി പണ്ട് ചെയ്ത പടമൊക്കെ കാണണം. സുന്ദർ സിയുടെ ആദ്യ പടത്തിലെ ഹീറോ ഇങ്ങനെ. അയ്യോ, ജോജി വരുന്നത്. ജോജി പക്ക കിട്ടു സാധനമായിരിക്കും. ജോജി ഇതിന് സൂര്യയുടെ അച്ഛന്റെ റോൾ അങ്ങനെ എന്തോ സംഭവമാണ് കേട്ട്. ജോജു ഒരു കിടു റോളോ. ജോജുവിന്റെ മുന്നേ സീനിയറായിട്ട് വന്ന ഇങ്ങനെ ഈ റോളോ? അയ്യേ. പുള്ളി അഞ്ചാൻ ആ ഒരു ടൈപ്പ് സാധനമാണെന്ന് തോന്നി ഇവർ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാല് റൗഡീസും ഒക്കെ വിട്ടിട്ട് തിരിച്ച് ആ സെറ്റപ്പിലോട്ട് പോയി. ഈ ക്ലീശ സാധനമാ. പക്ഷെ കാർത്തിക് സുബ്ര ഈ സാധനം ചെയ്തിട്ടില്ല. ഉണ്ട്, പേട്ടക്കകത്ത് ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട്. പക്ഷെ പക്ക ഗ്യാങ്സ്റ്റർ പടമാണെന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. കുറെ ലുക്കില് വരുന്നുണ്ട്. പൂജ അല്ലെങ്കിലും കുറെ നാളായിട്ട് പടങ്ങളിൽ നിന്ന് ഗ്യാപ്പ് എടുത്തേക്കായിരുന്നു. പുള്ളിക്കാരിക്ക് നല്ല സ്ക്രീൻ ടൈം ഇല്ലെങ്കിൽ പുള്ളിക്കാരി പടം ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഇത് കാണുന്നുണ്ട് പടത്തില്. പക്ക ഒരു സ്റ്റൈലുണ്ട്. അതായത് കാർത്തിക് സുബ്രാജ് പടങ്ങളുടെ സ്റ്റൈല്. അതിപ്പം ജഗമേതന്ത്രൊക്കെ ഫ്ലോപ്പ് പടമെന്ന് പറയാനും അതിനകത്ത് പുള്ളിയുടെ ഒരു യുണീക്നെസ് ഉണ്ട്. ആ സാധനം ഇതിനകത്തും കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ബാക്കിൽ എന്തോ പറഞ്ഞ് ഞാൻ കിടന്ന് അലച്ചോണ്ട് എനിക്കതിന് കേൾക്കാൻ പറ്റില്ല. ഓ പോളി പോളി, ബേട്ട റെഫറൻസ്, ബേട്ട റെഫറൻസ്. ഫാൻ ബോയ്ടാ, രജനി ഫാൻ ബോയ്. ജോജുവിന്റെ തീ കാണിച്ചിട്ട് കാണിക്കുവാ. എന്തായാലും കാണിക്കട്ടെ. ഓ പോളി. ഓ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഇങ്ങനെയായിരുന്നോ? എനിക്ക് അല്ലേലും പുള്ളിയുടെ എന്ന് പറഞ്ഞ കാർത്തിക് സുബ്രാജിന്റെ പടങ്ങളിൽ ശരി ഇങ്ങനെ ഞാൻ സാംസീസ് ആണെന്ന് കരുതിയിരിക്കുവായിരുന്നു. ആ വന്ന സോങ് ഒന്നും വൈറലാകാഞ്ഞുകൊണ്ട് വലിയ രസമില്ലാത്ത സോങ് ആണ് തോന്നിയത് മൊത്തം. ഓ കിടു ലുക്ക്. ഓ ജോജു പവർഫുൾ സാധനം കേട്ടോ, അജാതി. ജോജി ഇത് കഴിഞ്ഞ് തഗ് ലൈഫിലും വരാനിരിക്കും. കമലഹാസന്റെ STRനെയും കൂടെ കിടു. എനിക്ക് ജയറാമിന്റെ റോള് കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്ത് സ്കിൽഡ് ആയ ഒരു മനുഷ്യനാ ഈ ടൈപ്പ് വേസ്റ്റ് ക്യാരക്ടർ അവിടെ ചെയ്യുന്നത്. പൊന്നിൽ സെൽവൻ കിടു സാധനം കിട്ടി, അത് സമ്മതിച്ചു. പക്ഷെ എങ്കിൽ ഇയാളെ തുപ്പാക്കി മുതൽ ഇങ്ങോട്ട് അവിടെ എടുത്തത് എല്ലാം പന്ന റോള്. കാണുമ്പോൾ തന്നെ എന്തോ പോലെ. പുള്ളി ഉണ്ടെന്ന് പോലും അറിയത്തില്ല. നാസറിന് വരെ പുള്ളിയേക്കാക്കിയിട്ട് റോള് കൊടുത്തിട്ടുണ്ട്. എന്തായാലും സുബ്ബരാജ് ഈ ടൈപ്പ് പാടി കാണിക്കുന്ന ഓർത്തില്ല. ശങ്കറിനെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു മലയാള നടനം കിട്ടിയ അവർ എന്തോ കാണിക്കാൻ പോകുന്നത്.
ഓ കൊള്ളാം. അജിത്തിന്റെ ബർത്ത്ഡേ അന്ന് സൂര്യയുടെ കംബാക്ക് നടന്നാ കൊള്ളായിരുന്നു. പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടൊന്നും ഒന്നും തോന്നിയില്ല. ഒരു കാർത്തിക് സുബ്രാജിന്റെ ഒരു സാധനം. പക്ഷെ മഹാനിലും എന്താ പറയാ പേട്ടയിലും ഒന്നും കിട്ടിയ ഒരു വൈബ് ഒന്നുമില്ല. മഹാനൊക്കെ സെറ്റ് സാധനം. മഹാന്റെ ട്രെയിലർ കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഓ ഇതൊരു എന്തോ വലിയ സംഭവം നടക്കാൻ പോവാ. ഇത് ഈയിടെ നമ്മൾ ഈ എന്താ പറയാ ഈയിടെയായിട്ടുള്ള പടങ്ങളുടെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും. കാർത്തിക് സുബ്രാജ് കയ്യിലെ സ്റ്റോക്ക് തീർന്നോ? പഴയ ടൈപ്പ് കഥയുമാണ്, പറയാൻ പറ്റൂല എന്തുവാന്ന്. പക്ഷേ കാർത്തിക് സുബ്രാജ് ആയതുകൊണ്ട് എന്താ പറയാ നമുക്ക് ഹോപ്പ് വെക്കാതിരിക്കാനും പറ്റത്തില്ല. പുള്ളിയുടെ ഫ്ലോപ്പ് പടങ്ങളിൽ പോലും പുള്ളി കിടുവായിട്ടാ പെർഫോം ചെയ്തേക്കുന്നത്. അതുകൊണ്ടൊരു ഇത് തോന്നുന്നുണ്ട്. സൂര്യക്ക് ഒരു കംബാക്ക് കിട്ടുമായിരിക്കും, പക്ഷെങ്കിൽ കളക്ഷൻ ഇത്രയും പോകണ്ടേ. പ്രദീപ് രംഗനാഥിന് സൂര്യയൊക്കെ കളക്ഷൻ ഉണ്ട് അവിടെ. അങ്ങനെ നോക്കുമ്പോ ഒരു 200 കോടിയിലും അടിച്ചില്ലെങ്കിൽ പോക്ക. പക്ഷെ നമ്മൾ ഒരു ഇതെല്ലാം മാറ്റി നിർത്തിയാല് കാർത്തിക് സുബ്രാജിന്റെ കരിയറിൽ കളക്ഷൻ കയറാറില്ല പടങ്ങൾക്ക് ഭയങ്കര രീതിയിൽ. പുള്ളി ഒരു ശങ്കറോ ലോകേഷോ അല്ല. പുള്ളിക്ക് പുള്ളിയുടേതായ സ്റ്റൈലുണ്ട്. പക്ഷെ ആ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. അതിപ്പോ ലാസ്റ്റ് ഇറങ്ങിയ ജിഗർ തന്നെ ആയ പോലും ആ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് ആ പടം എൻജോയ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഒരു പുള്ളിയുടെ കയ്യിൽ നിന്നൊരു എന്താ പറയാ എന്തിരനോ അല്ലെങ്കിൽ ഒരു ശിവാജിയോ ആ ടൈപ്പ് സാധനം നമുക്ക് കിട്ടത്തില്ല. വിക്രം പോലെ സാധനം ഒന്നും പുള്ളിയുടെ അടുത്തുനിന്ന് കിട്ടത്തില്ല. പുള്ളിക്ക് പുള്ളിയുടേതായ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലെല്ലാം മാറ്റി പുള്ളി ചെയ്തൊരു പടമായിട്ടാണ് എനിക്ക് പേട്ട പേഴ്സണലി തോന്നിയത്. അത് പുള്ളിയുടെ പടം, അതൊരു പക്ക ഫാൻ ബോയ് പടം. ഇത് ഒത്താലൊത്തു എന്നൊരു ഫീലാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തോ തോന്നി എന്നുള്ളത് കമന്റ് ഇടുക. അടുത്ത വീണ്ടും കാണാം. ബൈ.